ഗൾഫ് മേഖലയിലെ കരയിലും കടലിലും ഇറാൻ ശരിക്കും ആധിപത്യം നേടിയതോ അവരുടെ ശക്തിയോ അറിയാതെയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇടപെട്ടത് എന്നുള്ള കാര്യമാണ് വാസ്തവം. അങ്ങനെ അമേരിക്ക എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉക്രൈനിലെ പോലെ മറ്റ് നാറ്റോ സഖ്യങ്ങളെയും കൂട്ടി ഇസ്രായേലിന്റെ പിന്നിൽ നിൽക്കുകയുണ്ടായിരുന്നുള്ളൂ. യുദ്ധം വിജയിച്ചാൽ അവകാശം ഉന്നയിക്കുകയും അഥവാ തോറ്റാൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനും കഴിയും എന്നുള്ളൊരു സൗകര്യവും ഇത്തരം നിൽപ്പിലൂടെ ഉണ്ടാവുന്നുണ്ട്. പകരം ജോ ബൈഡന്റെ മൊത്തം നിലപാടുകളെയും നയങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് കൂടുതൽ ഹീറോയിസത്തിനായി ട്രംപ് നേരിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇടപെടുകയാണ് ചെയ്തത്. ഇതിൽ നാറ്റോ അംഗങ്ങളെ ട്രംപ് ഉൾപ്പെടുത്താഞ്ഞത് ഗസ പങ്കുവെക്കുമ്പോൾ അവർക്ക് വീതം കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയന്നാണ്. ഇതെല്ലാം ഒറ്റയ്ക്ക് തിന്നാമല്ലോ, കാരണം അവിടെ വലിയ പട്ടണം പണിയാൻ പോവാണല്ലോ. ആദ്യം അത് ചുട്ട് നരകമാക്കും, എന്നിട്ട് ഇനി ഈ നരകത്തിൽ നിന്നുള്ള തീയും ചാമ്പലും എല്ലാം വാരിക്കളഞ്ഞിട്ട് അവിടെ വലിയ പട്ടണമാക്കി വിറ്റ് കാശാക്കാം എന്നൊക്കെയായിരുന്നു ഈ ട്രംപിന്റെ ലക്ഷ്യം. എല്ലാം പൊളിഞ്ഞെന്നുള്ളത്.